ഹലോ ഗൈസ്, അപ്പോൾ അമ്പലവിശേഷങ്ങളൊക്കെ തുടങ്ങാറായി. ഇനി അടുത്ത മാസം അപ്പുറത്തെ മാസമൊക്കെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ മെല്ലിയിടാം. അപ്പോൾ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. വണ്ടിയിൽ ചാർജ് ഇല്ലാതെ ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അമ്പടും ചേട്ടനുണ്ട്. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകണം. വീട്ടിൽ പോയിട്ട് വണ്ടി എടുക്കണം കേട്ടോ. ഞങ്ങളുടെ വണ്ടി അവിടെ ഉണ്ട്, അപ്പോൾ അത് എടുക്കണം. അപ്പോൾ അങ്ങനെ ബ്യൂട്ടി പാർലറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ആയിരുന്നു കേട്ടോ ത്രെഡിങ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ ചെയ്താലേ കംഫർട്ടബിൾ ഉണ്ടാവുള്ളൂ. ഞാൻ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ആണെങ്കിൽ പരിചയമുള്ള ചേച്ചിയും കൂടി ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയിട്ട് അപ്പോൾ പോകുമ്പോഴത്തേന് സമയം വൈകിണ്ടായിരുന്നു. നേരെ വീട്ടിൽ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഞങ്ങളത് അമ്പലപ്പറമ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര വൈബായിരുന്നു കേട്ടോ. ഭയങ്കര കളർഫുള്ളായിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാധാരണ 3 ദിവസമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ തവണ ഒരു ദിവസം കണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷമായിരുന്നു കളർഫുള്ളായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം എന്തായാലും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അമ്പട് അന്ന് ചെറുതായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടനും കൊച്ചും കൂടെ ഭയങ്കര കളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അവൾക്ക് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. പാട്ടൊക്കെ കേട്ട് ഭയങ്കര കളിയായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്താണ് അവിടുത്തെ സ്വാമിമാരെല്ലാം മലയ്ക്ക് പോകാനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആനയെ നെറ്റിപ്പാട്ടൊക്കെ ഇട്ടിട്ട് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് അവിടെ അടുത്തുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഗൈസ്. ഞാനിങ്ങനെ ആനയെ അടുത്തൊന്നും ഞാൻ പോയി നിൽക്കാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചേട്ടൻ തൊട്ടൊക്കെ തൊഴുതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ചേരം അവിടെ നിന്നെങ്കിലും അധികം നേരം നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഭയങ്കര തണവ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചിനവിടെ നിർത്തുന്നത് കുറച്ച് ഡേഞ്ചറായുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് പോന്നു. ചെറുതായിട്ടുള്ള ജലദോഷം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ പോകുന്നു കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും അടുത്ത മാസം അതിൻ്റെ അപ്പുറത്തെ മാസമൊക്കെ അമ്പല വിശേഷങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ മെല്ലിയിടാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.